ഹലോ. അപ്പം ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ്. ഞാൻ ഈ അടുത്തൊരു പിക്ക് ഡ്രോ ആക്കിയിട്ടുണ്ടായി, എൻ്റെ മേനുൻ്റെ അസാനുൻ്റെയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അവർ എൻ്റെ മേനുൻ്റെ പിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ഞങ്ങളുടെ പിക്ക് 3 ആളുടെ ഇല്ലല്ലോ, അപ്പോൾ എനിക്കൊരാഗ്രഹം അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞങ്ങളുടെ 3 ആളുടെ ആക്കിയിട്ടൊന്ന് ഡ്രോ ആക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരങ്ങനെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് ആ പിക്ക് കിട്ടി. നല്ല അടിപൊളി പിക്കായിട്ട് കിട്ടി. നല്ല ഹാപ്പിയായി. കുറേ പേർക്കൊക്കെ അസാനുവിനെ മിസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പോയി കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് കണ്ടും കൊണ്ട് ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് ചെയ്യിപ്പിച്ചത് പിക്ക്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ചിലവർക്ക് കുരു പൊട്ടിയിട്ട് അവരതിന് വേണ്ടിയിട്ട് റിവെഞ്ചായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എത്ര പൈസ വേണമെങ്കിലും മുടക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എത്രത്തോളം ഞങ്ങളിങ്ങനെ തളർത്താൻ പറ്റും. ഇതൊരു നമ്മുടെ മനുഷ്യൻ്റെ ജീവിതമല്ലേ, മരിക്കാനുള്ളവരല്ലേ എല്ലാവരും. അപ്പം നിങ്ങൾ എന്തിനാ ഇങ്ങനെ വാശി? ഇപ്പം കുഞ്ഞിനെന്ന് പറഞ്ഞെങ്കിൽ ഉമ്മയോ നഷ്ടപ്പെട്ട്, വാപ്പയല്ലേ ഉള്ളത് ഇപ്പം അവനിക്കുള്ളത്. അപ്പോൾ അവനിക്ക് ആ ഒരു സ്നേഹം വേണ്ടേ? അതുകൊണ്ട് എന്താ പറയുക, എനിക്കെന്തോ നല്ല ഫീലായി. കാരണം അവരിങ്ങനെ എന്തോ റിവെഞ്ച് ചെയ്ത പോലെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ആക്കിയിട്ടുള്ള പോലെ. കുഞ്ഞിൻ്റെ വാപ്പ തന്നെയല്ലേ വേനു. കുഞ്ഞിൻ്റെ വാപ്പയല്ല എന്ന് പറയാണ് അവരിപ്പോൾ പറയുന്നത്. വാപ്പയല്ല, എന്ത് റിഫ നിൻ്റെ വൈഫല്ല, കുഞ്ഞ് നിൻ്റെ അല്ല, അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞ് തളർത്തുന്നത്. സ്വന്തം മോനെ പിരിഞ്ഞ് നിന്നിട്ട് ഇപ്പോൾ 1 കൊല്ലമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ആ ഒരു വേദന ആ പാരൻസിന് അറിയാൻ പറ്റും. ഞാൻ ഒരു പാരൻ്റ് അല്ല, ഓക്കെ, എനിക്ക് ആ വേദന അറിയില്ല എന്ന് പറഞ്ഞ് കുറേ പേരിങ്ങനെ കമൻറ്റ് ഇട്ട്. ഓക്കെ, എനിക്കറിയില്ലായിരിക്കാം, പക്ഷെ അറിയണ എന്തോ ഒരു പേരുണ്ടാവും. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയാൽ പോരെ. അപ്പോൾ വാശിയൊക്കെ ഒന്ന് മാറ്റി വെക്കാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് അറിയിക്കണം എന്ന് തോന്നി. അപ്പോൾ ഓക്കെ, ബൈ.